ഹലോ ഗെയ്സ്, വെൽക്കം ടു കുക്ക് ട്രാവലിറ്റ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടൻ സ്റ്റൈല് പുരാതന കല്യാണ വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ക്രിസ്ത്യൻ കല്യാണ വീട്ടിലെ ഒരു മീൻ പറ്റിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ 1 കിലോ മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. 1 കിലോ വങ്കട എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ വങ്കട എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു 5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, ഒരല്പം ഉലുവ പൊടിച്ചത്, ഒരു 1-2 മുഴുവനുലുവയും. ഇത്രയാണ് നമുക്ക്. പിന്നെ വെളിച്ചെണ്ണ. ഇത്രയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇത് സാധാരണ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനുള്ള അരപ്പ് സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ നമുക്ക് എണ്ണ ഒഴിച്ച് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ. ഈ ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിക്കണം, ഓയിൽ ഉപയോഗിച്ചൊന്നും ചെയ്യാൻ പാടില്ല. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഓയിൽ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നാടൻ ടേസ്റ്റ് കിട്ടില്ല. നമ്മളിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കടുക് നമ്മൾ ചേർക്കുകയാണ്. വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. പൊടിക്കും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് മുഴുവൻ ഉലുവ നമ്മൾ ചേർക്കുന്നുണ്ട്. മുഴുവൻ ഉലുവ ഇതാ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. നമ്മൾ ചുവന്നുള്ളി ചേർക്കുന്നില്ല, ചെറിയുള്ളി ചേർക്കുന്നില്ല. കാരണം നമുക്ക് കല്യാണത്തിന് ഒരാഴ്ച 2 ആഴ്ച ഇരിക്കുന്ന ഒരു ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചുവന്നുള്ളി ചേർക്കുന്നില്ല. ഇതിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് 2ആയിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കും ഇതിലേക്ക്. അടുത്തായിട്ട് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇതിൽ നിന്ന് ഊർത്തിയിട്ട് കൊടുക്കാം. നമ്മൾ ഈ കറിവേപ്പില ഇതിൽ നിന്ന് തണ്ടിയിൽ നിന്ന് ഊർത്തിയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല. നമ്മളിതിൽ 2 തവണ 2 രീതി കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഒന്ന് അരപ്പ് മുറിക്കുമ്പോഴും 2 ചട്ടിയിലേക്ക് മീൻ പകർത്തി മീൻ കറി ആക്കുമ്പോൾ നമ്മൾ ഇതിലോട് കൂടിയും ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി അതിൽ അടിയിൽ കമൻ്റ് ഒന്നും ചോദിക്കണ്ട. അപ്പോൾ അങ്ങനെ 2 രീതി ചേർക്കുന്നതുകൊണ്ടാണ് ആദ്യം ചേർത്തപ്പോൾ ഇതിൽ ഊർത്തി കറിവേപ്പില ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത പൊടികൾ ചേർക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി നമ്മളിവിടെ ഒരു 5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിതിനകത്ത് നമ്മുടെ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. കാരണം മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചധികം ദിവസം നമുക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഇനി ഇതൊന്ന് അപ്പോൾ നമ്മുടെ അരപ്പ് ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് എടുത്ത് മാറ്റണം. അത്
അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ അരപ്പെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ മീൻകറി വെക്കാനായിട്ട്, മീൻ കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലെ വെള്ളമൊന്ന് വലിയിട്ട്, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ആ ചട്ടിയിൽ മൊത്തം ചുറ്റി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കറിക്ക് ആവശ്യത്തിന് അരപ്പുണ്ടാക്കിയപ്പോൾ എണ്ണ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കുക. ഞാനിത് നേരത്തെ ചട്ടിയിൽ എണ്ണ ചുറ്റിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ചും കൂടെ എണ്ണ വേണം ഒഴിച്ചത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആദ്യമേ നമ്മൾ പറഞ്ഞില്ലേ കറിവേപ്പില 2 പ്രാവശ്യം ചേർക്കുന്നു. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. നമുക്ക് ഒരു ഇതെല്ലാം കൂടെ 1-2 ഇതെല്ലാം കൂടെ വെച്ച് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള പോലെ എത്രയാണെന്ന് വെച്ചാൽ ചേർത്തോട്ടെ. കാരണം കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെല്ലുമ്പോൾ കൂടുതൽ ചെല്ലുമ്പോൾ അന്നേരം ഒരളവുണ്ട്, നമുക്കറിയാമല്ലോ. കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ അത് കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പ് നമുക്കിനി കറിവേപ്പില മുകളിലേക്ക് ചേർക്കണം. കുറച്ച് ചുറ്റിച്ചൊഴിക്കുക. മതി ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങൾ എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ പകുതി നമ്മൾ ഈ കറിവേപ്പിലയുടെ മുകളിലേക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കഷ്ണം കൂടി നമ്മളിതാ ചട്ടിയിലേക്ക് നിരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ബാക്കിയുള്ള അരപ്പിട്ട് കൊടുക്കാം. ബാക്കി മുഴുവൻ അരപ്പ് നമുക്കിതിൻ്റെ മുകളിൽ മാക്സിമം ഈ മീൻ കഷ്ണത്തിലെല്ലാം ഇതിലും കൊള്ളിച്ചിട്ട് കൊടുക്കാം. കിട്ടും ഇങ്ങനെ വെച്ചിട്ട് തോന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീൻ കറിയിലേക്ക് നമ്മളിവിടെ ഒരു 3 കഷ്ണം പുളി എടുത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് പുളിവെള്ളം നമുക്കിപ്പോൾ കുറച്ച് ഒഴിക്കാം. ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കൈകൊണ്ട് പുരട്ടി വയ്ക്കാം. പുളി കഷ്ണം കൂടെ ഇട്ടിട്ട് കൈകൊണ്ട് നമുക്കൊന്ന് പുരട്ടി വയ്ക്കാം. കൈ കൊണ്ട് പുരട്ടുന്ന കാര്യം വേറെ ഒന്നുമല്ല. നമ്മൾ കയ്യിൽ കൊണ്ട് ഇതിനകത്ത് ഉടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് ഭയങ്കര നേർത്ത പീസാണ്. അപ്പോൾ നമ്മളിത് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പുളിവെള്ളവും കൂടെ ഒഴിക്കുക. പോരാത്ത വെള്ളം നമുക്ക് നോക്കിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഇതൊന്നുള്ളും കൂടി നമുക്ക് ചേർക്കാം. ഒരു 1/4 സ്പൂൺ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ 2-3 തണ്ട് കറിവേപ്പില അടിയിൽ വിരിച്ച പോലെ മുകളിൽ വിരിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് വയ്ക്കുക, ഇങ്ങനെ ഒന്ന് വയ്ക്കുക.
അപ്പോൾ നമ്മളിതാ കറിവേപ്പിലൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അടപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇതാ നമ്മൾ ഇതേപോലെ അടച്ചു വയ്ക്കുന്നുണ്ട്. നമുക്ക് ഈ ആവശ്യമാണെങ്കിൽ കുറച്ച് തീ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. നിങ്ങൾ ഈ മീൻകറി ഒന്ന് ചെയ്ത് നോക്കണം, എങ്ങനെയുണ്ട്. ഈ കപ്പയ്ക്കും അതേപോലെ കാച്ചിൽ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഈ മീൻകറി കൂട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ മീൻകറി കൂട്ടി കഴിച്ച് കഴിഞ്ഞ് അതുപോലെ നമുക്ക് വീട്ടിൽ പണ്ട് കാലങ്ങളിലും ഇപ്പോഴും അത് വീടുകളിൽ വിശേഷ ദിവസങ്ങൾ, ക്രിസ്മസ്, ഈസ്റ്റർ ഇങ്ങനെയൊക്കെ ഉള്ള ആഘോഷ ദിവസങ്ങളിൽ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു മീൻകറിയാണിത്. ഇത് നമ്മുടെ ആശാമാരിൽ നിന്ന് പഠിച്ചെടുത്ത പഴയ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൺചട്ടിയിൽ എണ്ണ ഒഴിച്ച് അത് ചട്ടിയിൽ ചുറ്റിച്ച് കറിവേപ്പില വിരിച്ച് അരപ്പ് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് പുളി ഉരുക്കി ചേർത്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഇന്നത്തെ തലമുറയ്ക്ക് ചിലർക്കെങ്കിലും, അതായത് കാരണവന്മാരില്ലാത്ത വീടുകളിൽ ചിലർക്കെങ്കിലും അറിയാൻ പാടില്ലാതെ ഉണ്ടാവും. അവർ പല സ്ഥലത്തുനിന്ന് കല്യാണങ്ങളിലും മറ്റുള്ള ഫംഗ്ഷനുകളിലും കൂട്ടുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പഠിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ കറക്റ്റ് ഈ റെസിപ്പി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുമ്പോഴാണ്, ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു ചെയ്ത് നോക്കിയൊരു കമൻറ്റ് നമുക്ക് ഇടുമ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം എങ്ങനെ ചിലവ് ചുരുക്കി ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്കും കൂടെ ചെയ്ത് നോക്കാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഇടുന്ന റെസിപ്പികളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് അതും കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു 45-50% ആളുകളും ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നത്. നമുക്ക് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ വ്യൂസ് നല്ലോണം കിട്ടുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു 100-200 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒരു 2 മാസം ആയിട്ടില്ല, ഒരു മാസവും കുറച്ച് ദിവസമായിട്ടുള്ള നമ്മൾ തുടങ്ങിയിട്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് ആ ബെൽ ബട്ടൺ അമർത്തി അമർത്തി കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം, നിങ്ങൾ നമ്മുടെ ഫാമിലിയിൽ വരുന്ന സന്തോഷം നമുക്ക്, നമ്മുടെ കൂടെ ചേർന്ന് പോകുന്ന സന്തോഷം നിങ്ങൾക്കും കിട്ടും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒന്നായിട്ട് നമ്മളെ വീഡിയോസും കാര്യങ്ങളും ഒരുമിച്ച് നമുക്ക് ചെയ്യാം. നമ്മുടെ ബുക്ക് ട്രാവലേറ്റ് എന്ന് പറയുന്നത് കേവലം ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ നമ്മളൊരു ഫാമിലിയാണ്, നമ്മൾ ഒന്നാണ്. നമ്മളുടെ വീഡിയോ പോകുന്തോറും നമ്മൾ ഒരുമിച്ച് വർക്കുകളെല്ലാം ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളുടെ ഒരു കുടുംബമെന്ന് വിചാരിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പി നമ്മുടെ ചാനലിലൂടെ ചെയ്ത് കാണണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കമൻ്റായിട്ടിട്ട് കഴിഞ്ഞ് നമ്മളത് വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന പോലെ ഉൾപ്പെടുത്തി അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മീനൊന്നും വെന്ത് വന്നിട്ട് നമുക്കടുത്ത് കാണാം. ചക്ക വരട്ടിയതിൻ്റെ വീഡിയോ ഇന്ന് വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഇനി കാണാത്തവർ അത് കാണുക. അപ്പോൾ അതിനകത്ത് ആ ഒരു വീഡിയോ ചെയ്ത് വന്നപ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല കമൻറ്റുകളും വന്നു. ചില തെറ്റുകുറ്റങ്ങൾ തിരുത്തേണ്ടതായിട്ടുള്ളതും കുറച്ച് നമ്മുടെ പ്രേക്ഷകർ നമുക്ക് നേരിട്ട് അറിയിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്ന ആളുകൾ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറൊന്നുമല്ല, ഒന്ന് നമ്മുടെ സൗണ്ട് ക്ലാരിറ്റി അതൊരു പ്രശ്നമാണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇവിടെ ഞങ്ങൾ കുഞ്ഞാവയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജോനാഥൻ ബേബിയുണ്ട്. അവൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഈ കഴിഞ്ഞ ചക്ക വരട്ടിയതിൻ്റെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തിരുത്തേണ്ട ഒരു പോരായ്മയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തുടക്കക്കാരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ ഒരു ഫോണുണ്ട്. ആ ഫോൺ ഉപയോഗിച്ചാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ പരിമിതമായ സൗകര്യങ്ങളിലും നിന്നുകൊണ്ടാണ് നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പോകെ ഞങ്ങൾ തിരുത്തുന്നതായിരിക്കും. നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്കൊരു മൈക്ക് എടുക്കുക നമ്മളെന്തായാലും. അപ്പോൾ അത് നമ്മൾ തിരുത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. എന്തായാലും നമ്മുടെ മീനൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം.
എന്തായെന്നുള്ളത്. ഏകദേശം മീൻകറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 3 ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു ഉലുവ ചേർക്കുകയാണ്. നമുക്ക് ഇതൊരു മീഡിയം തീയിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. കാരണം ഇതിനകത്ത് തലയും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീഡിയം തീയിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിയിൽ നിന്ന് നല്ല സ്മെല്ലൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായെന്നുള്ളത് തുറന്ന് നോക്കാം. എന്തായാലും മീൻകറി എന്ത് കാണും ഈ സമയം കൊണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. യെസ്, അപ്പോൾ നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. ആവിയിൽ നമുക്ക് ആ മീൻ കറിയുടെ സ്മെല്ല് നമുക്ക് കിട്ടുമ്പോൾ നന്നായിട്ട് എരിവും പുളിയൊക്കെ പിടിച്ച്. കാരണം നമ്മൾ ഈ പുളിയും കുടംപുളി ഒതുക്കിയതും മുളകും എല്ലാം മൂപ്പിച്ചതിനകത്ത് പുരട്ടിയല്ല വെച്ചത്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം ഉപ്പും പുളിയൊക്കെ എങ്ങനെയാണ് എനിക്ക് ഈ പ്രശ്നം. നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് നോക്കാം. നല്ല ജോറായിട്ടുണ്ട്. നമ്മൾ ഇടുമായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ. കാരണം നല്ല എരിവും പുളിയൊക്കെ പിടിച്ച് ഇങ്ങനെ വെച്ചൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നിങ്ങൾ വീട്ടിൽ മീൻകറി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവും പുളിയൊക്കെ പിടിക്കാനായിട്ട് 1 ദിവസം 2 ദിവസമൊക്കെ എടുക്കും അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ഈ പുളിയും അരപ്പൊക്കെ മൂപ്പിച്ച് പുളി തിളപ്പിച്ച് ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണ്ടി ഇതിലേക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ പതിയെ കുറച്ച് വെച്ചിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ തന്നെ ഒഴിച്ച് ചുറ്റും ഒഴിച്ചു കൊടുക്കുക. അത് അതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻകറി തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് കപ്പയുടെ കൂടെയും അതുപോലെ മറ്റെന്ത് സാധനത്തിൻ്റെ കൂടെയും, കപ്പയും മീൻകറിയാണ് കോമ്പിനേഷൻ. അതുകൂടാതെ കാച്ചിൽ, കപ്പ ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെയൊക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാം. നിങ്ങൾക്ക് ഈ മീൻകറി ഒന്ന് നിങ്ങൾ വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന മീൻകറിയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതും നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ നമ്മൾ അഭിപ്രായം അറിയിക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാലോ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാലോ നമ്മളത് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചക്ക വിളയിച്ചതിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ എത്രയും പെട്ടെന്ന് കാണുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ചക്ക വിളയിച്ചതിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോരായ്മകളെല്ലാം നമ്മൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ നമ്മുടെ മീൻകറി അവസാനം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഈ മൂടി ഇവിടെ മാറ്റി വയ്ക്കാം. ഇതാ നിങ്ങളുടെ പങ്ക് ആദ്യം തന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മീൻകറി കണ്ടോ, നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.